എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി ഏട്ടനോട് പറയുന്നത് മേളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗോളിയർ മേള ഉണ്ട്. അപ്പോൾ രണ്ട് മാസമാണ്, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കാറുള്ളത്. അപ്പോൾ ജനുവരിയിലൊക്കെ നല്ല തണുപ്പല്ല, അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പോണത്. കഴിയാറായിട്ടുണ്ട് തോന്നുന്നുണ്ട് മേള, പക്ഷെ എന്താണെന്ന് അറിയില്ല. പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. ഈ ക്യാമ്പിലേക്ക് പോകുന്ന വഴീൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെയാണ്, ഒരു ഭാഗത്ത് കടുക് പാടും ഒരു ഭാഗത്ത് ഗോതമ്പ് പാടമാണ്. ഈ ഭാഗം മാത്രം. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് ഇതേ കാണുന്ന പോലെ വരട്ടി വരേണ്ട ഒരു പ്രദേശം പോലെയാണ്. പിന്നെ ഇനിയിപ്പോൾ ചൂടുകാലം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടിയും വരില്ല. ഇതേപോലെ പശുക്കളൊക്കെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കാണും കേട്ടോ എപ്പോഴും. നിറയെ ഉണ്ടാവും, ഹോൺ അടിച്ചാലൊന്നും ഇവർ മാറൂല. പക്ഷേ അവർക്കും അത് ശീലമായി, വാഹനങ്ങൾക്കും അത് ശീലമായി. മേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ആഘോഷം പോലെ നടക്കുന്ന, ഉത്സവം പോലെ നടക്കുന്നതല്ല കേട്ടോ. ഗോളിയറിലുള്ള എല്ലാ കാർ ഷോറൂമുകളിലും കാറുകൾക്ക് വില കുറവാണ് ഉണ്ടാവുക. അത് സെക്കൻഡ് ആയാലും ഫസ്റ്റ് ആയാലും അങ്ങനെ തന്നെ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ ഈ ഓൺ റോഡ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് കുറച്ചിട്ട് വണ്ടീൻ്റെ ചിലവ് മാത്രം മതി. അതാണ്, പൈസ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ്. ഈ മേളയിലാണ് കൂടുതലും കാറുകൾ വിറ്റ് പോകുന്നത്. ഒരു ഏകദേശം ഒരു 2:45 കഴിഞ്ഞിട്ട് ടൈം. ഞങ്ങൾ അവിടുന്ന് ഒരു 1:45 ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. 2:45 3 മണിയൊക്കെയാണ് ഇവിടെ എത്തുമ്പോൾ. നല്ല തിരക്കുണ്ട്, നല്ല വെയിലാണ്, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. വണ്ടിയിൽ വരുമ്പോൾ തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിരുന്ന്, ഇവിടെ എത്തുമ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല സുഖമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ജൂലൈയിൽ ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ടായിരുന്നുണ്ട്. ഇതിലെല്ലാം അപ്പുറത്തുള്ളതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പേടിച്ചിട്ടാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം പണ്ടെങ്ങോ കയറിയതാണ്. അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ മേളയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പേടിച്ചരണ്ട്. എന്നോട് പറഞ്ഞു ഞാൻ അതിൽ എന്നെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാവശ്യം അതിൽ കയറാതിരുന്നത്. പിന്നെ കാണുന്ന പോലെ തന്നെ നിറയെ കച്ചവടക്കാരാണ് നിറയെ ഉള്ളത് കേട്ടോ. അങ്ങനെ സൈഡുകളിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ളവരുണ്ട്, ഷോപ്പുകളും ഉണ്ട്. പിന്നെ ഇതേപോലെയുള്ള നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. കപ്പ്, സോസറുകൾ, ഭരണികൾ, ബൗളുകൾ, പറയണ്ട. നമുക്ക് കുറച്ച് പൈസ ആയിട്ട് പോയി കഴിഞ്ഞാൽ മേളയിൽ നിന്ന് ഒത്തിരി സാധനം വാങ്ങാനുണ്ട്. പിന്നെ ഇതേമാതിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കാം. പിന്നെ കുട്ടികൾക്ക് കാറുണ്ടാവില്ല, റിമോട്ട് കാറ്, അതൊക്കെ ഇങ്ങനെ അവർക്ക് വാടകയ്ക്ക് എടുത്തിട്ട്, അതായത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ അതിലിങ്ങനെ അവരിയ്ക്കും, ബാക്കിലിങ്ങനെ റിമോട്ടായിട്ട് ഒരാളിങ്ങനെ പോവും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള ടൈം പാസ്സായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് വന്നത് എന്താ വെച്ചാൽ, നാളെ ഇവിടെ ഞങ്ങൾക്ക് പാല് തരുന്ന പാൽക്കാരൻ്റെ മോൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. പിന്നെ എനിക്കൊരു ഡ്രസ്സ് കൊടുക്കണം. അതാണ്. പിന്നെ മേളയിലും കാണും ചെയ്യാമല്ലോ, ഒന്ന് രസമല്ല ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ. കുറേ തണുപ്പായതുകൊണ്ട് കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ട്. കറങ്ങാനേ പോവാറുണ്ടായിരുന്നില്ല, പുറത്തേ ഇറങ്ങാറുണ്ടായിരുന്നില്ല. അകത്തന്നെ ഇങ്ങനെ മൂടി പോച്ചിരിക്കുന്ന പണി തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ടൈം ഏട്ടനാണെങ്കിലും ഉള്ളുമ്പോൾ നിൽക്കണ പോലെ വന്നേ. ഡ്യൂട്ടീൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു കുറച്ച് സമയം നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടൈമില്ലേ, ആ ടൈമിൽ നമുക്ക് പോയിട്ട് കറങ്ങിയിട്ട് വരാം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കുത്തിപ്പൊക്കിയിട്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പം ഇതേ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ ഈ കപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വിലക്കുറവാണ് കേട്ടോ. 20, 25, കുറച്ച് വലിപ്പമുള്ളതിനൊക്കെ, വലിയ കപ്പുകൾക്കൊക്കെ, അതായി കാണുന്ന കപ്പുകൾക്കൊക്കെ 50 രൂപയൊക്കെ ഉണ്ട്. ബാക്കി ചെറിയ കപ്പുകൾക്കൊക്കെ ഇതിനൊക്കെ 50 രൂപയാണ്. പിന്നെ ചെറിയ കപ്പുകൾക്കൊക്കെ 10, 20. ഈ കപ്പിന് 10 രൂപയുള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കുമോ, 10 രൂപയാണ് ആ കപ്പുകൾക്കൊക്കെ. പിന്നെ ഈ മാറ്റുകൾ, അങ്ങനത്തെ നമ്മൾ ചവിട്ടികളൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിലിടുന്ന ചവിട്ടികൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല റഫാണ്, സോഫ്റ്റും റഫും കൂടെ ഉള്ള ഒരു പ്രതലാണതിന്. ഇത് ഭയങ്കര സോഫ്റ്റാണ് ഈ സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഹാളിലും അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയതിൽ അടിയിൽ ഗ്രിപ്പില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിയില്ല. നല്ലതായിരുന്നു കിച്ചണിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ നല്ലതായിരുന്നു. പക്ഷേ അതിന് ഗ്രിപ്പില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. പിന്നെ ഈ കാണുന്ന പുതിയ ടൈപ്പ് ഓഫ് സെർവിങ് ബൗളുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, 100 രൂപയാണ് ഒന്നിന്. 100 രൂപ എന്ന നിലയിലാണ് ഉള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാണേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നാട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സെറാമിക് പോലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോവില്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. അല്ല നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിന്ന് കുറച്ച് ദൂരമുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇത് 2-3 ദിവസം ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോഴേക്കും എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. ഈ ബാസ്ക്കറ്റൊക്കെ നല്ല ഭംഗിയില്ല, അത് ഇരുമ്പിൻ്റെയാണ്. ഒക്കെ വാങ്ങിയിരുന്നു. പക്ഷേ നമ്മൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കുറേ സാധനങ്ങൾ വാങ്ങാതിരുന്നത്. പിന്നെ ഇവിടുന്നാണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് കാസ്ട്രോൾ വാങ്ങി. വേറെ കുറച്ച് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ആയിട്ട് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ കാസ്ട്രോൾ ആക്കാമെന്ന് വെച്ചിട്ടുണ്ട്. വലിയ കാസ്ട്രോൾ. ഇവിടെ എന്താ പറയുക, ജോയിൻറ്റ് ഫാമിലിയാണ്, അപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ വലിയ കാസ്ട്രോളാണ് വാങ്ങിയത്.
കുറേ റൊട്ടി ചുട്ടിട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് കാസ്ട്രോൾ വാങ്ങി. പിന്നെ ഞങ്ങൾ ഇതേപോലത്തെ കുറേ ബൗളുകൾ അത് ഇതൊക്കെ നോക്കി വാങ്ങണോ വേങ്ങണ്ടേ എന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ എന്താ വാങ്ങിയെന്നുള്ളത്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ അറിയോ, നമ്മൾ മുടി കൊണ്ട കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഞാൻ കുറേ ആലോചിച്ചു ഇത് എന്താ സാധനം എന്ന് വിചാരിച്ചിട്ട്. കല്യാണം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഹെയർ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. പിന്നെ അങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതും കുറേ സാധനങ്ങളുണ്ട്. നല്ല വിലക്കുറവിൽ കിട്ടും. അതാണ് ഈ മേളയുടെ പ്രത്യേകത. ഏത് സാധനങ്ങൾക്കും നല്ല വിലക്കുറവാണ്. ഞാൻ ആ നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന ആ ബിൽഡിങ്ങില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ സർക്കസാണ് നടക്കണമെന്ന് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ കുറേക്കത് ഹിന്ദി എത്ര വായിച്ചിട്ടുണ്ട് മനസ്സിലാവണില്ല പെട്ടെന്ന്. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബോട്ടിലൊക്കെ പോലെ തൽക്കാലം കെട്ടിണ്ടാക്കിയിട്ടുള്ള ഭക്ഷണപ്പുരയാണത്. അപ്പോൾ അവിടുന്ന് നമുക്ക് പറ്റിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു അവിടുന്ന്, കാരണം കേരള സ്റ്റോറിൽ പോകാണ്ടായിരുന്നു, അരി തീരാനായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ മട്ടയരി ഉണ്ട്, അത് വാങ്ങാണ്ട്. പിന്നെ കുറച്ച് മീൻ, ഗ്രീൻ പീസ്, ചെറിയ ഉള്ളി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കേരള സ്റ്റോറും. ഇതിൻ്റെ മുകളിൽ ഹോട്ടലും അതിൻ്റെ മുകളിൽ അവരുടെ താമസമാണ്. ഇവിടെ അങ്ങനെയാണ് മൊത്തം. പൊതുവേ ഹോട്ടലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകൾ ഉണ്ടാക്കും, അതിൻ്റെ മുകളിൽ താമസം, ആളുകൾ ഫാമിലിയായിട്ട് താമസിക്കുക, അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ പൂളയൊക്കെ വാങ്ങാമെന്ന് വെച്ചിരുന്നത്, പക്ഷേ പൂള തീർന്നു, ചെറിയ ഉള്ളി തീർന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇല്ല. പക്ഷേ മീനുണ്ടായിരുന്നു കേട്ടോ. മീൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആവോലി എന്തോ വാങ്ങി, ഈ പ്രാവശ്യം ഞങ്ങൾ കോര വാങ്ങി. കോര, കിളിമീൻ എന്ന് പറഞ്ഞിട്ട് ചില ഭാഗത്ത് ഞങ്ങൾ കോര എന്നാണ് പറയുക. അപ്പോൾ കോര അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല, അവിയലുണ്ടായിരുന്നില്ല, ഒക്കെ പാടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്ക് 7 മണി സമയം. പിന്നെ അടുത്ത ദിവസമാണ് നമ്മളെ സാധനങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കാണ്ടായിരുന്നു രാത്രി വന്നിട്ട്. അത് കഴിച്ച് വേഗം കിടക്കാം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഇതാണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയിട്ടുള്ള കാസ്ട്രോള്. വലിയ കാസ്ട്രോളാണ്, അത്യാവശ്യം ഫുഡ് കൊള്ളും. ഒരു ജോയിൻറ്റ് ഫാമിലിക്ക് ഉള്ള അത്രയും ആളുകൾക്കുള്ള ഫുഡൊക്കെ കൊള്ളും. പിന്നെ ഇനി ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചിട്ട് ഈ ഭരണിയാണ് കേട്ടോ. ഒന്ന് വാങ്ങിയിട്ടുള്ളൂ, 2 വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ സെറാമിക്കാണ്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ആ ഒരു ഭരണി വാങ്ങി. അതിന് 150 രൂപയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കപ്പ്, അതിന് 10 രൂപയാണ്. അപ്പോൾ 2 വാങ്ങി. പിന്നെ ഈ പ്ലേറ്റുകൾ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള, ഫൈബറല്ല, വേറൊരു ടൈപ്പ്, എന്താണെന്ന് പറയാനറിയില്ല, വലിയ നല്ല പ്ലേറ്റാണ്. ഒന്നിന് 90 രൂപ. പിന്നെ അത് സെറാമിക്കിൻ്റെ കാപ്പി എടുക്കുന്ന, ചായ എടുക്കുന്ന ജഗ്ഗാണ് കേട്ടോ. അതിനൊരു ലോക്കൊക്കെ ഉണ്ട്. ലോക്ക് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വലിക്കുമ്പോൾ ആ മൂടി പൊട്ടിപ്പോവും. അത് നല്ലൊരു സാധനം. അതിന് എത്ര 100 രൂപയുള്ളൂ. യെസ്, 100 രൂപയുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു 5 കപ്പ് എടുത്ത്, മഞ്ഞ, എന്താ അറിയില്ല, മഞ്ഞനോട് ഇപ്രാവശ്യം നല്ല പിടുത്തുണ്ട്. ഇതിനെത്ര 25 രൂപ ഒരു കപ്പിന്. അങ്ങനെ 5 എടുത്തിട്ടുണ്ട്. പിന്നെ ട്രേ വീട്ടിലുണ്ട്, പക്ഷേ അത് നീളമുള്ളതാണ്, നമുക്ക് പ്ലേറ്റ് വെക്കാൻ പറ്റാത്ത, പലഹാരം വെക്കാൻ പറ്റാത്ത ട്രേ ആണ്. അപ്പോൾ ഇതിന് 100 രൂപയുള്ളൂ. പിന്നെ ഈ കറിയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സെർവിങ് ബൗൾ കണ്ടില്ലേ, ഇത് ഭയങ്കര ഇഷ്ടം. കുറേ കാലം ഞാൻ ആമസോണിൽ നോട്ടിട്ട് വെച്ചിരിക്കുന്ന സാധനമായിരുന്നു. ഇതിനും സെറാമിക്കിൻ്റെ ഭരണിക്കും കൂടെ 350 രൂപ. യെസ്, രണ്ടിനും കൂടെ 350 രൂപയാണ് കൊടുത്തത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ആ വലിയ പ്ലേറ്റിൻ്റെ ചെറിയ പ്ലേറ്റുകൾ. അത് ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ നമുക്ക് മിക്സ്ചർ, ചിപ്സ്, അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ പലഹാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള 3 വാങ്ങി. ഇതിൻ്റെ സെയിം സാധനങ്ങൾ തന്നെ വാങ്ങി. നല്ല കട്ടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് സൈഡിൽ കൂടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ ഇത് സെറാമിക്കിൻ്റെ ഇതാണ്, പ്ലേറ്റാണ്, വൈറ്റ് പ്ലേറ്റാണ്. വീട്ടിൽ ബ്ലാക്ക് കളറുണ്ട്, ഗ്ലാസ് ടൈപ്പില്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതുമുണ്ട്. ഈ വൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 6 നമുക്ക് 6 സീറ്റാണ് ടേബിളിനുള്ള. അപ്പോൾ 6 സീറ്റുള്ള ടേബിളിലേക്ക് 6 പ്ലേറ്റ് വാങ്ങി. എങ്ങനെ കൊണ്ടുപോകും അതൊക്കെ നമുക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മേള പോയിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ, ഞാനത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.